വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ സത്യൻ മുളയംകുളത്ത്. ശക്തമായിരിക്കുന്നതായ ബാധാദോഷങ്ങളുടേതായ ദുരിതഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എത്ര കർമ്മം ചെയ്തിട്ടും, എത്ര പരിഹാരങ്ങൾ ചെയ്തിട്ടും, എത്ര ക്ഷേത്രങ്ങൾ സന്ദർശിച്ചിട്ടും, വഴിപാടുകൾ ചെയ്തിട്ടും അതൊരു സമാധാനമില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പം അതെന്തുകൊണ്ടാണ് പരിഹാരങ്ങളില്ലാത്തത്, എന്തുകൊണ്ടാണ് പരിഹാരം ആവാത്തത് എന്ന് ചിന്തിക്കാനായിട്ട് ചിലർ ശ്രമിക്കും. അപ്പം ഈ പോകുന്ന ആളുകളാണെങ്കിൽ കർമ്മങ്ങൾ ഒന്നുകിൽ തുള്ളി കേൾക്കുന്നിടത്തേക്കാവും, അല്ലെങ്കിൽ അതുപോലെ തന്നെ ആരെങ്കിലും പറഞ്ഞ് കർമ്മങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഒന്നുകിൽ വ്യക്തമായിട്ട് അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ഇന്നതാണ് ഇന്ന ദോഷങ്ങൾ, ഇന്നതാണ് പ്രശ്നങ്ങൾ, അതിൻ്റെ ഇന്ന കാര്യം കൊണ്ട് ഉണ്ട്, അതാണ്. അപ്പം അതിന് ഇന്നമാരൊക്കെ പരിഹാരങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകും എന്നുള്ളതായ കൃത്യമായിട്ടുള്ളൊരു ചാർട്ട് അത് കിട്ടണമെങ്കിൽ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ അത് അറിയണമെങ്കിൽ കൃത്യമായിട്ടുള്ളതൊരു പ്രശ്നം വെച്ച് നോക്കണം. പ്രശ്നം നോക്കുന്ന ആളുകൾക്ക് ശക്തമായിരിക്കുന്ന ആഭിചാര ദോഷങ്ങളോ പ്രേതദോഷങ്ങളോ ഉണ്ടെങ്കിൽ അവരെ തിരിച്ചറിയാതിരിക്കാനായിട്ട് ചിലപ്പോൾ നോക്കുന്ന ആ ജ്യോത്സ്യനെയും കണ്ണ് കെട്ടുന്നൊരവസ്ഥ ഉണ്ടായിരിക്കും. അപ്പം അദ്ദേഹം നോക്കുമ്പോൾ പറയും അങ്ങനെ പ്രശ്നമൊന്നുമില്ല, പ്രേതദോഷമില്ല, ശത്രുദോഷമില്ല, അപ്പൊക്കെ വളരെ സുഖമായിട്ടാണ് ഇരിക്കുന്നതെന്ന് പറയും. ആ നോക്കി പടി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പഴയത് എന്താ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന അതേ അവസ്ഥയാവും. ശരീരം വേദന എടുക്കുക, എനിക്ക് എണീക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ തലകറക്കുണ്ടാവുക, ഛർദ്ദിക്കാൻ പറ്റുക, ചോര തുപ്പുക, അല്ലെങ്കിൽ അതേപോലെയുള്ളതായ അവസ്ഥകൾ. ജോലിക്ക് പോവില്ല, അഥവാ പോവുകയാണെങ്കിൽ വഴക്കുണ്ടാക്കുക, തിരിച്ചു വരിക, അതേപോലെ എന്തെങ്കിലും വീട്ടിൽ നിന്ന് എന്തെങ്കിലും കാണാതെ പോവുക, പൈസ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ കാണാതെ പോവുക. ഇത്തരം ദുരിതങ്ങൾ ഓരോന്ന് അടിക്കടിക്കായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവരാണെങ്കിൽ ആ ദോഷങ്ങൾ ഉള്ളതറിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പോയി, അവിടുന്ന് ഭേദമില്ല, വേറെ സ്ഥലത്ത് പോയി, അവിടുന്ന് സമാധാനമില്ല, വേറെ സ്ഥലത്ത് പോയി, അങ്ങനെ ഒരു 4-5 സ്ഥലത്ത് ഒരു ആവശ്യത്തിന് വേണ്ടി പോയി കഴിഞ്ഞാൽ ആ കുടുംബനാഥനോ കുടുംബനാഥയ്ക്കോ ഇതിനോട് വളരെ വെറുപ്പായിട്ട് വരും. പിന്നെ ഒറ്റ ആളെടുത്ത് പോകാനോ നോക്കാനോ അവർ ശ്രമിക്കില്ല. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്തിട്ടും ശരിയാവാത്തത് എന്ന് ചിന്തിക്കുമ്പോൾ ഒന്നുകിൽ ഇവരുടെ കുടുംബ 4-ാമിടത്ത് ശക്തമായിരിക്കുന്നതായ പ്രേതദോഷങ്ങളുടെ സാന്നിധ്യങ്ങൾ ഉണ്ടായിരിക്കും. അത് ഈ വ്യക്തികൾ വാടകയ്ക്കാണോ താമസിക്കുന്നത്, സ്വന്തമായിട്ടുള്ള വീടുണ്ടോ എന്ന് അറിയണം. സ്വന്തമായിട്ടുള്ള വീടുകളുണ്ടെങ്കിലും നേരത്തെ ഇരുന്ന വീട്ടിലാണോ ഇപ്പൊ ഇരിക്കുന്ന വീട്ടിലാണോ കൂടുതൽ ദുരിതങ്ങൾ സുഖം ഉള്ളത് എന്നൊക്കെ അറിയണം. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന വീട്ടിലെ ഇവർക്ക് സുഖമായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, സമാധാനം, ഒരു സന്തോഷമായിരുന്നു, എല്ലാവരും നല്ല ജാളിയായിരുന്നു. അത് അവിടുന്ന് മാറ്റി കുറച്ചിങ്ങോട്ട് നീക്കി വെച്ചതിന് ശേഷം ആകെ പ്രശ്നങ്ങളായി എന്ന് പറയുന്നവരുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാല് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്? അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് ആ ഭാഗം ചിലപ്പോൾ ഈ ചുടല മരണപ്പെട്ടിട്ട് അടക്കം ചെയ്തിരുന്ന ഭാഗങ്ങളായിരിക്കും. ഇന്നോ ഇന്നലെ ഉള്ളതാകില്ല, വളരെ കാലങ്ങൾക്ക് മുൻപ്. അപ്പൊ അത് തിരിച്ചറിയാനുള്ള ഒരു സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇപ്പൊ സമാധിക്ക് കിട്ടുകയാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ശവണ്ടെന്ന് പറയാം. അതൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്തായിരിക്കും അതിനെക്കുറിച്ച് യാതൊരു ഇതുണ്ടാവില്ല. വെറുതെ ഭൂമി ഇങ്ങനെ വളരെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും, തട്ടിനിരപ്പാക്കിയിട്ട്. അത്തരം ഭൂമികൾ മേടിച്ച് വീട് വെക്കുമ്പോൾ ആ വീട് വെച്ചിട്ടുള്ളത് ഇതേപോലെ തന്നെ ശവങ്ങൾ മറവ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളായിരുന്നുവെങ്കിൽ, ശവങ്ങൾ എന്ന് പറയുമ്പോൾ കല്ലറയോ മറ്റുള്ളതൊന്നും ഇവിടെ കിട്ടിയിട്ടുണ്ടാവില്ല. അത് ഇപ്പൊക്കെ എല്ലാം ദഹിപ്പിച്ച് കളയണം. നേരത്തെ എന്ന് പറഞ്ഞാൽ കുഴിച്ചിട്ടില്ലായിരുന്നു, മറവ് ചെയ്യാം. അത്തരം സ്ഥലങ്ങളിലേക്ക് വീടിന്റെ റൂം അല്ലെങ്കിൽ ബാത്റൂം അല്ലെങ്കിൽ കിച്ചൺ ഈ ഭാഗങ്ങളൊക്കെ വരുമ്പോൾ അവിടെ വളരെ അനർത്ഥങ്ങൾ ഉണ്ടാകുക. ഒരു പ്രേത സാന്നിധ്യമുള്ള ഭവനത്തില്, പ്രേത സാന്നിധ്യമുള്ള റൂമില് ചിലപ്പോൾ അവർക്ക് അറിയില്ല റൂമിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത്. അവിടെ ആർക്ക് കിടന്നുറങ്ങാനായിട്ട് കഴിയില്ല. രാത്രി കഴിഞ്ഞ് ആരും വിളിക്കുന്ന പോലെ കാല് പിടിച്ച് വലിക്കുക, കൈ പിടിച്ച് വലിക്കുക, അല്ലെങ്കിൽ തലവേദന, അല്ലെങ്കിൽ ആർക്ക് ചിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ആരും ഇവിടെ നിന്ന് എണീറ്റ് പോയി, അല്ലെങ്കിൽ അവർ നിൽക്കണ ആരോ, അങ്ങനൊക്കെ പല ചിന്തകൾക്ക് തോന്നാനുള്ള കാരണം ഇത് ശവ മറവ് ചെയ്തിരുന്ന ഒരു സ്ഥലമായിരിക്കണം പണ്ട്. എന്നാൽ ഇത് വെറും ഭൂമിയായിട്ട് കിടക്കുന്ന സമയത്ത് ഒരു പ്രശ്നമില്ല. പക്ഷെ അവിടെ വീട് വെച്ച് ഇവര് നേരത്തെ ഇവിടെ വീടുണ്ടായിരുന്നത് മിറ്റായിരുന്നു, അല്ലെങ്കിൽ വടക്കേപ്പുറമായിരുന്നു, ഒക്കെ ശരി. പക്ഷെ ഈ ഭാഗത്തേക്ക് വീട് വരുമ്പോൾ അത് ആര് വെച്ചാലും പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ഒന്നുകിൽ ഇങ്ങനെ പ്രേതദോഷങ്ങളുണ്ടോ നോക്കുക, അല്ലെങ്കിൽ സർപ്പ ദുരിതങ്ങളുണ്ടോ,
അവരുടെ വീട്ടില് പൂർവികരായിട്ട് വെച്ച് ആരാധിച്ചിരുന്ന ആ മൂർത്തികളെ ഇന്നും ആരാധിക്കുന്നുണ്ടോ? ആരാധിക്കുന്നുണ്ട് എങ്കിൽ പൂർവികമായിട്ട് ആചരിച്ചു വന്നിരുന്ന കർമ്മകാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെയും ചിന്തിക്കാം. അപ്പൊ മുൻകാലങ്ങളിലെ ചെയ്തു വന്നിരുന്ന കർമ്മങ്ങൾക്ക് മാറ്റം വരുത്തി മധ്യമ കർമ്മം ചെയ്തിരുന്ന സ്ഥലത്ത് ഉത്തമ കർമ്മമാക്കി കഴിഞ്ഞാല് ചിലപ്പോ അവിടെ ഇരിക്കുന്ന മൂർത്തികൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല, അവർക്ക് അനുഭവിക്കാൻ പറ്റില്ല. അങ്ങനെ സംഭവിക്കാം. അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്നതായ മൂർത്തിനെ ആചരിക്കാതെ അവിടെ നിന്ന് എടുത്ത് മാറ്റി വെച്ച് നല്ലൊരു സ്ഥാനമൊക്കെ കണ്ടിട്ട് വെക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ വെക്കാൻ മറക്കും. അല്ലെങ്കിൽ ഇത് വേറെ എവിടെയെങ്കിലും അല്ലെങ്കിൽ മണ്ണിന്റെ ഉള്ളിൽ വീണു പോവും, അല്ലെങ്കിൽ കൊണ്ടുപോയി കളയും. അങ്ങനെ വന്നാലും ആ വീട്ടിലേക്ക് സുഖം എന്ന് പറഞ്ഞാൽ അനുഭവിക്കാൻ പറ്റില്ല. കർമ്മങ്ങൾ ചെയ്യലേണ്ടേ ഉള്ളൂ, സമാധാനം കിട്ടില്ല. അതേപോലെ തന്നെ കർമ്മങ്ങൾ ചെയ്താലും മുൻകാലങ്ങളിൽ വഴിപാട് നേർന്നിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ അതേപോലെ തന്നെ പ്രശ്നങ്ങൾ കാണിക്കും, ചെയ്താലും ശരിയാവാത്ത പോലെ തോന്നിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ കൃത്യമായിട്ട് നോക്കിയറിഞ്ഞ് അതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്ത്, കൃത്യമായിട്ടുള്ള പരിഹാരം എന്ന് പറയുമ്പോൾ ഗുരുവായൂർ ഭഗവാനെ വിളക്കുമാല പായസം, ശിവന് പിൻവിളക്ക് ധാര, രുദ്രസൂക്ത പുഷ്പാഞ്ജലി, ബ്രഹ്മരക്ഷസിന് പൽപ്പമിട്ട് പായസം കഴിക്കുക. അല്ലെങ്കിൽ നാഗദൈവങ്ങൾക്ക് ശിവക്ഷേത്രത്തിലോ അല്ലെങ്കിൽ സർപ്പ ക്ഷേത്രത്തിലോ വേണ്ടുന്ന വഴിപാടുകൾ ചെയ്യാം. അങ്ങനൊക്കെ ചെയ്യുമ്പോൾ ഇവരുടെ ദുരിതത്തിന് കുറെ ശമനം വരാനുള്ള സാധ്യത ഉണ്ടാകും. അല്ലാണ്ട് ഈ ദുരിതങ്ങളും പേര് നടക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ഉണ്ടാകുക. അതെന്താണെന്ന് അറിയുമ്പോഴാണ് അതിന് കൃത്യമായിട്ടുള്ളതായൊരു ഫലം ഉണ്ടാവുള്ളൂ. അങ്ങനെ കൃത്യമായിട്ട് ഫലങ്ങൾ വന്നാലും ആ ധർമ്മദൈവാദികൾ ആചരിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ മന്ത്രമൂർത്തിനെയോ ഇതൊന്നും പെട്ടെന്ന് ഒഴിവാക്കി പോകുന്നതാവില്ല. അപ്പൊ ഇത് കൊണ്ടുവന്ന് വെച്ച ആളുകൾക്ക് അവരുടെ ഓരോ വീട്ടിലും ഈ ധർമ്മദൈവങ്ങളെ കൊണ്ടുവച്ച ആളുകൾക്ക് മരണപ്പെട്ടു പോയി, ആത്മാവുണ്ട് എന്നുള്ള സങ്കല്പത്തില്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതിന് കൃത്യമായിട്ട് നോക്കിയറിയുക, പരിഹാരങ്ങൾ ചെയ്യുക, ധർമ്മദൈവാദികൾക്ക് കൃത്യമായിട്ട് ആചരിക്കുക, അവർക്ക് വേണ്ട കർമ്മങ്ങൾ ശരിയാക്കുക, വഴിപാടുകൾ ഉണ്ടെങ്കിൽ ആ വഴിപാട് കൊടുത്ത് തീർക്കുക. അതേപോലെ തന്നെ സ്ഥലം പ്രശ്നമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറുക. അത് അറിയണം കൃത്യമായിട്ട്. ഇന്ന റൂമിൽ ബുദ്ധിമുട്ടുണ്ടോ, ഇന്ന സ്ഥലത്ത് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് പ്രശ്നത്തിൽ നോക്കി അറിയും. ചിലവർ അനുഭവമുള്ളവരുണ്ടാവും. അനുഭവമുള്ളവർ ആ അനുഭവത്തിനനുസരിച്ച് കർമ്മികളോട് പറയാൻ സഹകരിക്കുക, എന്നിട്ട് അതിന് കർമ്മങ്ങൾ ചെയ്യാൻ മാറ്റുക. എത്ര ശക്തമായിരിക്കുന്ന ദുരിതങ്ങളുണ്ടെങ്കിലും അതിനെ നോക്കി അറിഞ്ഞ് വേണ്ടുന്ന വഴിപാടുകളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് ബാധാദോഷങ്ങൾ തീർക്കുമ്പോൾ അത് കൃത്യമായിട്ട് തന്നെ വിട്ടുപോകേണ്ട അവസ്ഥ ഉണ്ടാകുക. അതുപോലെ ശത്രു വിടാതെ പിന്തുടരുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ദുരിതം ഉണ്ടാവും. അപ്പോൾ ശത്രുക്കള് ഒരു വീടിന്റെ അപ്പുറത്തുപുറത്താണ്, അല്ലെങ്കിൽ പറമ്പിന്റെ അവർ നേർക്ക് മുഖം നോക്കിയിട്ടുള്ള വീടുകളാണ്, അയൽവാസികളാണ് ശത്രുക്കള്, അല്ലെങ്കിൽ സ്വന്തം ബന്ധുക്കളാണ് ശത്രുക്കള് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ആ വീട് വിട്ടു പോകുക നല്ലത്, ഉത്തമാവുക. കാരണം ആ വീട്ടിലത്തെ ആളുകളും ഈ വീട്ടിലത്തെ ആളുകളും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിലേ അവിടെ ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാകും. വീണ്ടും വീണ്ടും ബാധകൾ അയക്കാനായിട്ട് തുടങ്ങും. കാരണം ഈ വീട്ടിലെ ആള് ആ വീട്ടിലെ ആളെന്ന് ശത്രു. അപ്പൊ ഇദ്ദേഹം ഷർട്ട് ഇട്ടിട്ടോ അല്ലെങ്കിൽ സാരി ഉടുക്കണ ചേച്ചിയാണെങ്കിൽ സാരി ഉടുത്തിട്ടോ അല്ലെങ്കിൽ ചേട്ടനെങ്കിൽ നല്ലൊരു വൃത്തിയുള്ള മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് ഇറങ്ങുന്ന കണ്ടു കഴിഞ്ഞാൽ അപ്പൊ അവരുടെ ക്ഷേത്രങ്ങളിലേക്ക് അവരെ സഹായിക്കുന്ന ആരാച്ചികൾ അവിടേക്ക് വിളിച്ചു പറയും, ഇന്നമാതിരി സംഭവം ഒരു ഇറങ്ങിയിട്ടുണ്ട്, അവർക്ക് യാതൊരു തരത്തിലുള്ള നന്മയുണ്ടാകരുത്, ദുരിതങ്ങൾ മാത്രമേ ഉണ്ടാകണേ. അങ്ങനെ പറഞ്ഞിട്ട് കർമ്മങ്ങൾ ചെയ്യും. അപ്പൊ ഈ ശത്രുക്കള് എവിടെ പോയിട്ട് ആഭിചാരം ചെയ്തു വന്നാലും വീട്ടിലെത്തുമ്പോൾ വീണ്ടും പ്രശ്നങ്ങളായിട്ട് വരിക. കാരണം ശത്രു ഇവിടെ ഉണ്ട്, ഒന്ന് പോണത് കണ്ടിട്ടുണ്ട്, തിരിച്ചു വരുമ്പോ ഇദ്ദേഹം പോയിട്ട് പണികളൊക്കെ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും കൃത്യമായിട്ടുള്ളതായ സാമ്പത്തികം അവിടെ സമർപ്പിക്കുമ്പോഴാണ് അവിടെ നിന്ന് ഇത്തരത്തിലുള്ളതായ ദുരിതങ്ങളൊക്കെ ആയിട്ട് വരിക. അപ്പോ ശത്രു എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന പോലെ സമാധാനം ഉണ്ടാവാൻ കഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഉണ്ട് വെച്ചെങ്കിൽ ആ ശത്രുവിന്റെ അടുത്തുനിന്ന് മാറി നിൽക്കുക. അപ്പൊ അവരായിട്ട് കാണില്ല. അതല്ലെങ്കിൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ അവർക്ക് കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ ശത്രുക്കളാണ് പരസ്പരം പോരടിക്കുന്നവരാണ് വെച്ചെങ്കിൽ ആ കുടുംബത്തിൽ ഒരു വിഭാഗം ആളുകൾക്ക് ചിലപ്പോൾ അവിടെ നിന്ന് തൊഴാനായിട്ട് പറ്റില്ല.
അപ്പം അതൊക്കെ ഈ ശത്രുദോഷത്തിലേക്ക് വരാവുന്നതാണ്. കുടുംബക്ഷേത്രത്തിലേക്ക് അവർ കയറാൻ പറ്റുന്നില്ല, കർമ്മം ചെയ്യാൻ പറ്റുന്നില്ല. വേറൊരു വ്യക്തിയാണ് കർമ്മം ചെയ്യണത്, അവൻ അങ്ങനെയാണെങ്കിൽ അവൻ അവിടെ ഉയരാൻ പാടില്ല, അവൻ ഇതിനവിടെ തന്നെ കെട്ടുപോകട്ടെ എന്ന് പറഞ്ഞിട്ടോ മറ്റൊരു പ്രവൃത്തി ചെയ്യുക. അപ്പം ഈ പ്രവൃത്തികളൊക്കെ വരുമ്പോൾ ശത്രുക്കൾക്ക് അത് എടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ദുരിതങ്ങൾ വരിക. അപ്പം ആയതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചില്ല, എവിടുന്ന് ഏത് ഭാഗത്തു നിന്നാണ് നമുക്ക് ദുരിതങ്ങൾ വരുന്നത്? ശത്രുദോഷങ്ങളെ കൊണ്ടാണോ, പ്രേതദോഷങ്ങളെ കൊണ്ടോ, സർപ്പദുരിതങ്ങളെ കൊണ്ടോ? അതിലേതാണ് മെയിനായിട്ട് കാരണം? ആ കാരണത്തിൽ എന്തൊക്കെ മൂർത്തികളുണ്ട്? ആ ബാധ വന്നതിൽ എന്തെല്ലാം മൂർത്തികളുണ്ട്? ആ മൂർത്തികൾക്ക് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ എൻ്റെ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.